بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന വളരെയധികം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് എന്നിവിടെ വളരെ വേഗത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന, നാം ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറം വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നെ കൊണ്ട് രക്ഷ തേടുകയാണ് എന്ന് പറഞ്ഞ ചില ഷർറുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ ശ്രദ്ധിക്കേണ്ട, വരുന്നതിന് തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ. മിനൽ അജ്സി, ആദ്യം പറയുന്നത് അജ്സാണ്. അജ്സ് എന്ന് വെച്ചാൽ അശക്തനാവുക എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കും. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഹറാമുകൾ ഒഴിവാക്കാൻ, അല്ലേ, പല ആൾക്കാർ എന്നെ കൊണ്ട് ആ ഹറാം ഒഴിവാക്കാൻ പറ്റൂല എന്ന് കരുതുന്നതാണ് അജ്സ്. അതുപോലെ തന്നെ വാജിബുകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല, എനിക്കൊന്നും ദീൻ പഠിക്കാൻ സാധിക്കൂല, അല്ലെങ്കിൽ ഖുർആൻ വായിക്കാനൊക്കെ ഇത്രയും ഇനിയൊന്നും എനിക്ക് പറ്റൂല, ഇങ്ങനെ എനിക്ക് സാധിക്കൂല, എനിക്കതിന് കഴിയൂല എന്ന് കരുതുന്നതിനാണ് അജ്സ് എന്ന് പറയാം, അശക്തനാവുക എന്ന് പറയാം. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു മോശം ഗുണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അതുപോലെ തന്നെ വൽ കസലി, കസൽ എന്ന് പറഞ്ഞാൽ മടി. പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നറിയാം, പക്ഷെ നമുക്കത് ചെയ്യാനുള്ളൊരു മടി പിടിക്കുക, നമുക്കത് ചെയ്യാനുള്ള അത്ര ഉന്മേഷം നമ്മൾ കാണിക്കാതിരിക്കുന്നത്, അതും നമ്മൾ റബ്ബിനോട് രക്ഷ ചോദിക്കേണ്ട വളരെ മോശം സ്വഭാവങ്ങളിൽപ്പെട്ട കാര്യമാണ്, വളരെ മോശം സ്വഭാവങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ വൽ ജുബ്ന്, ജുബ്ന് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലായ്മ, എന്തൊരു കാര്യത്തിനും പേടിക്കുന്ന അവസ്ഥ. അത് നല്ല കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എന്ത് വിഷയത്തിലാണെങ്കിലും വളരെയധികം ധൈര്യം ഇല്ലാത്തൊരവസ്ഥ. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് അള്ളാഹു അല്ലാത്ത പടപ്പുകളെ അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിൽ പേടിക്കുന്നതൊക്കെ ഈ ജുബ്നിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ബുഖല്, ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്കാണ്. സമ്പത്ത് ചെലവഴിക്കുമ്പോൾ തീർന്നു പോകുമോ എന്നുള്ള പേടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ബുഖല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിശുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് വൽ ഹറം. ഹറം എന്ന് പറഞ്ഞാൽ ആയുസ് അങ്ങേയറ്റം വർദ്ധിച്ച് വാർദ്ധക്യത്തിലെത്തി, വാർദ്ധക്യത്തിൻ്റെയും ഏറ്റവും മുകളിലെ അവസ്ഥയിൽ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്രയും പ്രായമുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് ഹറം എന്ന് പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തൊട്ട് രക്ഷ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച്. അപ്പൊ ഖബറിലെ ശിക്ഷ, നമ്മൾ ഓരോരുത്തരും നരകത്തിൽ സ്വർഗത്തിലും പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ദുനിയാവിലെ ജീവിതം നമ്മൾ റൂഹ പിടിക്കുന്നതോടുകൂടി അവസാനിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിനും നരകപ്രവേശനത്തിനും ഇടയിൽ നമ്മൾക്ക് ഖബറിൽ വെച്ചും ശിക്ഷ നേരിടേണ്ടി വരാനുണ്ട്. അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഖബറിൽ വെച്ച് 2 മലക്കുകൾ നമ്മളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ കടന്നു വരും. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളുകൾ, അവർക്ക് ഈ ശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും, അവർ രക്ഷപ്പെടും. അതല്ലാത്ത ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ആ ഖബർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹ, എൻ്റെ നഫ്സിന് അതിൻ്റെ തഖ്വ നീ നൽകണമേ, എൻ്റെ നഫ്സിന്
അതിൻ്റെ തഖ്വ നീ നൽകണമേ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. പക്ഷെ തഖ്വ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് അള്ളാഹു തരുമ്പോഴല്ലാതെ നമുക്ക് കിട്ടുകയില്ല. അള്ളാഹു നമ്മൾക്ക് തരുമ്പോഴല്ലാതെ അത് നമ്മൾക്ക് കിട്ടുകയില്ല. അതുപോലെ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, ആ നഫ്സിനെ നീ എന്ത് ചെയ്യണമേ, ശുദ്ധീകരിക്കണമേ. ചില അതിൽ അടങ്ങിയിട്ടുള്ള ഹറാമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ മറ്റുള്ള മോശപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിൽ നിന്ന് നീ എൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, അതിനെ ശുദ്ധീകരിച്ചവരിൽ ഏറ്റവും നല്ലവൻ നീയാണ് റബ്ബേ എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തി പറയാം. എന്നുവെച്ചാൽ നമ്മുടെ കൽബിലടങ്ങിയിട്ടുള്ള മോശം ചിന്തകൾ എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് പല ആളുകളോടും. ചില കാര്യങ്ങൾ മനസ്സിൽ അവിടെ അങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്ന് പറയാറുണ്ട്. ഇതുപോലെ കെട്ടിക്കിടക്കുന്ന മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കറകൾ, വൃത്തികേടുകൾ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്ത് ചെയ്യണം, അത് വൃത്തിയാക്കി കൽബിനെ നല്ലൊരു രൂപത്തിലാക്കി തരിക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിന് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വളരെയധികം ആവശ്യമാണ്. എന്നിട്ട് പറയണം അൻത വലിയുഹ വ മൗലാഹ, എൻ്റെ നഫ്സിൻ്റെ വലിയും മൗലും എന്ന് വെച്ചാൽ അതിൻ്റെ സൃഷ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതും അതിനെ ഏത് രൂപത്തിലും അതിനെ മാറ്റാൻ കഴിവുള്ളവനുമൊക്കെ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് എന്ത് ചെയ്യണം, ആ നഫ്സിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തരാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിന് വിശ്വാസം പറയണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. ഇവിടെ വീണ്ടും ചില കാര്യങ്ങളെ തൊട്ട് രക്ഷ ചോദിക്കാം. ആദ്യം ചോദിക്കുന്നത് മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന്, അറിവിൽ നിന്ന്, ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞാൻ അള്ളാഹു നിന്നോട് രക്ഷ ചോദിക്കുന്നു. വെച്ചാൽ ചില ആളുകൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും ദീനിൻ്റെ വിഷയങ്ങളൊക്കെ. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, യാതൊരു മാറ്റവും ഉണ്ടാക്കാത്ത തരത്തിൽ ആ ഇൽമ ആയി പോകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ദീൻ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദീനിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇബാദത്തുകളും ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഇബാദത്തുകളും രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നിസ്കാരത്തിൻ്റെ ആ ഉണ്ടാകേണ്ട ഒരു എന്താ പറയുക മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് കിട്ടേണ്ട ആ ഒരു ഗുണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ നിസ്കരിച്ചു കഴിയുമ്പോഴുള്ള ഈമാനുള്ള വർധനവോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിലൂടെ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ഉന്മേഷമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് നിസ്കാരം കൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇൽമ്, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഇൽമ് അത് നമ്മൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നതിന് അടയാളമാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ, നമുക്ക് രഹസ്യമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളൊക്കെ നമുക്ക് അറിയിച്ചു തരുന്ന നമ്മൾ പഠിച്ച അറിവ്, നമ്മൾക്ക് കിട്ടിയ ഇൽമ് അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾക്ക് ആഖിറത്തിൽ എന്താ പറയുക ശിക്ഷ കിട്ടാൻ കാരണമായി തീർന്നേക്കാം. എന്നുവെച്ചാൽ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമ്മൾ പല കാര്യങ്ങളെ പറ്റിയും വിചാരണ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളോട് വിചാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് നിനക്ക് കിട്ടിയ ഇൽമിൽ നീ എന്തൊക്കെ അമലാക്കി എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിചാരണ ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ഷ, ഖുശൂ ഇല്ലാത്ത എന്താ പറയാ പേടിയില്ലാത്ത ഒരു ഖൽബിൽ നിന്നും ഞാൻ റബ്ബെ നിന്നോട് രക്ഷ തേടുകയാണ്. എന്നുവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള പേടി, അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാത്ത അല്ലെങ്കിൽ അവന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും മറ്റ് ചിന്തകളിലേക്ക് കടന്നു പോവുകയും മറ്റ് ആലോചനകളിൽ മുഴുകുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു കൽബ്, ആ അങ്ങനെയുള്ളൊരു കൽബിൽ നിന്ന് അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. പിന്നെ പറയുന്നു വമിൻ നഫ്സിൻ ലാ തശ്ബ, വമിൻ നഫ്സിൻ ലാ തശ്ബ, മതിയാകാത്ത ഒരു നഫ്സ്. മതിയാകാത്ത നഫ്സ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിൽ മതിയാവാതിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൽമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മൻഹൂമാനി ലാ യശ്ബാൻ, രണ്ട് വിഭാഗം ആളുകൾക്ക് അവർക്ക് മതിയാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പറഞ്ഞത് ഇൽമി തേടുന്ന ആളുകളാണ്, ത്വാലിബു ഇൽമിൻ. രണ്ടാമത്തത് ത്വാലിബു ദുനിയാവ് അന്വേഷിക്കുന്ന ആളുകൾ, അവർക്കും മതിയാവുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് ദുനിയാവിനെ സംബന്ധിച്ച് തൃപ്തി വരാത്ത, എത്ര കിട്ടിയാലും മതി വരാത്ത അങ്ങനെ ഒരു നഫ്സ് എനിക്ക് ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചാണ്. അതേസമയം ആഖിറത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇൽമ ലഭിക്കുന്നതിൽ
മതി വരാതിരിക്കുക എന്നുള്ളത് നല്ല ഗുണമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് ദുനിയാവിന്റെ വിഷയത്തിൽ, ദുനിയാവ് കിട്ടിയാൽ എത്ര കിട്ടിയാലും മതി വരാതിരിക്കുന്ന ഒരു അവസ്ഥ തന്റെ നെഫ്സിന് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. എന്താണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് വിളിച്ചു തേടുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാഹു ലംഘിക്കുകയില്ല, അല്ലാഹു ലംഘിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഖജനാവുകൾ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും കാര്യമായിട്ടുമില്ല. അത് ഈ ദുനിയാവിലെല്ലാ ആളുകൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾ ചോദിച്ചതെല്ലാം അല്ലാഹു കൊടുത്താലും ഈ കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി, ഒരു വിരൽ മുക്കിയെടുക്കുമ്പോൾ എത്ര ബാക്കിയാകുന്നോ അത്രയും, എന്ന് വെച്ചാൽ അതിലൊരു മാറ്റം എന്തില്ല, അല്ലാഹുവിന്റെ ഖജനാവിൽ സംഭവിക്കുകയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിലാണ്, 3 രൂപത്തിലാണ്. പ്രാർത്ഥനകൾക്ക് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചോദിച്ച കാര്യം ലഭിക്കുക, ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉത്തരം കിട്ടുക എന്നതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ഈ 3 രീതികളിൽപ്പെട്ട ഒരു രീതി മാത്രം, 3 രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപം മാത്രം. മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് വേറെയും ചില രീതികളുണ്ട്. അതിലൊന്നാണെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് അത് കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ, ഭാവി ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഷർറുകൾ തടഞ്ഞു വെക്കുക എന്നുള്ളത്. ഈ പ്രാർത്ഥന കാരണത്താൽ നമ്മൾക്ക് നമ്മുടെ ഭാവി ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷർറ് ഈ ദുആ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുമെന്നുള്ളത് ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ, ഉത്തരം നൽകപ്പെടുന്നതിന്റെ മറ്റൊരു രൂപമാണ്. അതുപോലെ തന്നെ 3ാമത്തെ രൂപം എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന അതെന്ത് ചെയ്യും, സ്വീകരിക്കുകയും ആ പ്രാർത്ഥന അത്രയും വലിയൊരു ഇബാദത്തായതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം ആഖിറത്തിൽ ഇവന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ, അയാളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാഴായി പോകുന്നേയില്ല. അതെങ്ങനെയാണെങ്കിലും അത് ലാഭം തന്നെയാണ്. ഏത് നിലയ്ക്കാണെങ്കിലും, അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നമുക്കത് ലാഭം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, നമ്മൾ ചോദിച്ച കാര്യം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എന്തെങ്കിലും ഖൈർ ഉദ്ദേശിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ എത്ര കാലം തുടരുന്നുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൽ എത്രത്തോളം ഇവന് ഉറപ്പുണ്ട്, ഇവന്റെ മനസ്സിൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് എത്രത്തോളം നല്ല വിചാരമുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കാരണത്താലായിരിക്കാം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു വ്യക്തി അവൻ യാത്ര ചെയ്ത് അവന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, മുഖത്ത് പൊടി പിടിച്ചിട്ടുണ്ട്, വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ യാത്രക്കിടയിൽ ഇവൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് ഇവന്റെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി യാ റബ്ബ് യാ റബ്ബ്, അള്ളാഹുവേ റബ്ബേ എന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്യാണ്, കൈകൾ രണ്ടും ഉയർത്തി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇവന്റെ വസ്ത്രം ഹറാമാണ്, ഇവൻ ഭക്ഷിക്കപ്പെട്ടുള്ളൂ, ഇവൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഹറാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഅന്നാ യുസ്തജാബു ലഹു, ഇങ്ങനൊരു വ്യക്തിക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഹറാമുകൾ ഭക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഹറാമുകൾ തടയപ്പെടാനുള്ള കാരണമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. ഉദാഹരണത്തിന് പ്രാർത്ഥന, നമ്മൾ ആവശ്യം ചോദിക്കുന്നതിന് മുമ്പ് ഹംദും സ്വലാത്തും ചൊല്ലുക എന്നുള്ളത്, ഹംദും സ്വലാത്തും ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന
അത് ആകാശത്തിന് ഭൂമിക്ക് ഇടയിൽ കെട്ടിയിടപ്പെടും. ഏതുവരെ? അത് അവൻ സ്വലാത്ത് ചൊല്ലി തുടങ്ങുന്നത് വരേക്കും ആ പ്രാർത്ഥന അത് മുകളിലേക്ക് റബ്ബിന്റെ അടുക്കിലേക്ക് ഉയരൂല. റബ്ബിന്റെ അടുക്കിലേക്ക് ആ പ്രാർത്ഥന ഉയരുകയില്ല. അപ്പോൾ ഹംദും അള്ളാഹുവിനെ സ്തുതിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യൂനുസ് അലൈഹിസ്സലാമുടെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ കാര്യം ഹംദിനും സ്വലാത്തിനും ശേഷം ഒരാൾ ചൊല്ലിയിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ രോഗി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥന, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന അത് തള്ളപ്പെടുകയില്ല എന്ന് ഹദീസുകൾ കാണാം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അവസാനത്തെ സമയത്ത് മണിക്കൂറിലുള്ള പ്രാർത്ഥന, ഇങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പഠിപ്പിച്ചെന്ന പല കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു രൂപത്തിൽ നമുക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, നമുക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ശൈത്താൻ നമ്മുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുകയാണ്. നീ പ്രാർത്ഥിച്ചിട്ട് നീ എത്ര കാലം ഇങ്ങനെ പ്രാർത്ഥിക്കും, നിനക്ക് നിന്റെ റബ്ബ് ഉത്തരം നൽകുന്നില്ലല്ലോ, ഈ പ്രാർത്ഥന നീ നിർത്തിക്കോ എന്നൊരു ചിന്ത ശൈത്താൻ ഇട്ട് തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥന തന്നെ ഒരു ഇബാദത്താണ്. ഈ പ്രാർത്ഥന തന്നെ ഒരു ഇബാദത്താണ്. നമ്മൾ റബ്ബിന് മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തിട്ട് ഇപ്പം നിസ്കരിച്ചിട്ട് പ്രതിഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിസ്കരിക്കൽ നിർത്തുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇതൊരു ഇബാദത്താണ് എന്നുള്ള കണക്കാക്കലിൽ, ആ ഒരു ചിന്തയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇതിൽ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പ്രാർത്ഥനയെക്കാളും പ്രധാനപ്പെട്ട, അതിനേക്കാൾ പ്രതിഫലം അർഹിക്കുന്ന, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്തും റബ്ബിൻ്റെ അടുക്കലില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട അപകടങ്ങൾ, ഷർറുകളിൽ നിന്ന് രക്ഷ തേടുകയും അതുപോലെ തന്നെ നമ്മുടെ നഫ്സിന് ഏറ്റവും അധികം ആവശ്യമുള്ള തഖ്വയെ സംബന്ധിച്ച്, അതിൻ്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദിക്കുകയും അതിനുശേഷം മറ്റ് ചില അപകടങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വിശദീകരിക്കേണ്ട ഹദീസാണ്, ചുരുക്കി പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഇതുപോലുള്ള മറ്റ് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കാനും ശീലമാക്കാനും റബ്ബ് സുബ്ഹാനഹു നമ്മളെ സഹായിക്കുകയും അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഖൈറുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എളുപ്പമാക്കി തരികയും അതിൽ ഉള്ള പരാമർശിക്കപ്പെട്ടുള്ള എല്ലാ ഷർറുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.